ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാതെ ഞാൻ അടുത്ത ഒരു ക്ലിപ്പും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അതിലോട്ടൊക്കെ ഞാൻ വരാം. അതിന്റെ ഇതും കൂടെ ഒന്ന് കാണുക. കുടിയൊഴിപ്പിന്റെ അതും കൂടെ കാണാം. പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെന്റ് ഒരു ചെറു വിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിൽക്ക്. ഓക്കെ അപ്പം നമുക്ക് ബി.ഡിയിലോട്ട് പോവാം. ബി.ഡി സതീശൻ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്നലെ ഒരു പ്രസ് മീറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് ഈ ഒരാഴ്ച കൊണ്ട് അവന്മാർ നെഗറ്റീവ് അടുപ്പിക്കാൻ നോക്കുന്നുണ്ടോ എല്ലാം ക്ലിയർ ആക്കി ഒറ്റയടിക്ക് ഒരു വന്ന് ഇരുന്ന് 10-15 മിനിറ്റ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയിട്ട് വെടിപ്പായിട്ട് അങ്ങ് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ബി.ഡി സതീശൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. പിന്നെ രാഹുലിൻ്റെ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ കേസ് കഴിഞ്ഞാൽ രാഹുൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പം ബി.ഡി സതീശനോട് പോലും ദേഷ്യമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. കാരണം രാഹുലിൻ്റെ വിഷയത്തിൽ ബി.ഡി സതീശന് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം രാഹുൽ ഫാൻസുകാർക്കും കോൺഗ്രസ് പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അതെല്ലാം മാറി പുള്ളിയുടെ ഭരണം വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രാഹുലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. മെയിനായിട്ട് ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യാൻ നല്ല ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലൊക്കെ കിടക്കാം. ഈ അടുത്ത സമയം കൊണ്ട് ഒടുക്കത്തെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, പല രീതിയിലും മോശമാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും മോശമായി പോകുന്നത് ആരാണ്? ഈ ട്രോൾ ഉണ്ടാക്കുന്നവന്മാർക്കാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു സംഭവം, ഈ ഒരു ട്രോള് ഞാൻ തുടക്കം ഒരു വീഡിയോ വെച്ചില്ലേ, ഈ ഒരു വീഡിയോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. സ്ത്രീകൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ബി.ഡി സതീശൻ ഇത്ര പിടുത്തമെന്നൊക്കെ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ അതേണ്ടേ, ഇപ്പോൾ ഒരാൾ നടന്നു പോകുന്നുണ്ട്. ആ പുള്ളി മാറ്റുന്നതാണ്. ആ വീഡിയോ ഏറെ ഉണ്ടായിരുന്നു. ഞാനത് വെക്കാഞ്ഞതാണ് സത്യം പറഞ്ഞാൽ. ആ വീഡിയോ ഏറെ ഉണ്ടായിരുന്നു, ഞാൻ വെക്കാഞ്ഞതാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, വെക്കണമെങ്കിൽ വെച്ച് തരാം, നമുക്ക് വിഷയമൊന്നുമല്ല. കോപ്പിറൈറ്റൊക്കെ അടിക്കുന്നുണ്ടാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ മാറുന്നും പറഞ്ഞ് ബി.ഡി സതീശൻ ഇങ്ങനെ പറയുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കാണുക. എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഓരോ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കുന്നേ. ഓക്കെ, സൗണ്ട് കുറയ്ക്കാം, കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഇതാണ് ഈ കെട്ടിപ്പിടിക്കുന്നത്. എന്നെ പഠിപ്പിച്ച ടീച്ചറിനെ വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ കാണുകയാണ്. അതിൻ്റെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ബി.ഡി സതീശൻ അവിടെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഒരു മോനെ പോലെ അറിയാമല്ലോ ടീച്ചേഴ്സുമാരൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അത്രയും ഫോട്ടോസ് ക്യാമറാമാന്മാരെല്ലാവരും നിരത്തി പിടിച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരാൾ കയറിയത്. അപ്പോൾ പുള്ളി മാറെന്ന് പറഞ്ഞ് രീതിയിലാണ്. അത് കണ്ടില്ലേ, വളച്ചോടിച്ച് തിരിച്ച് മറിച്ച്. നിനക്കൊക്കെ നാണവും മാനവും ഉളുപ്പുണ്ടേ, അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ കുറേ എണ്ണം. അങ്ങനെ ഈ ഒരു കാര്യം എനിക്കൊന്ന് സോഷ്യൽ മീഡിയ പറയണമെന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം, എറണാകുളത്ത് കുടിയൊഴിപ്പ് 58 വർഷം മുമ്പുള്ള ഒരു കേസാണ്. അതൊരു പ്രൈവറ്റ് കേസാണ് സത്യം പറഞ്ഞാൽ. അവിടെ ഒരു 8 കുടുംബക്കാർക്ക് അവർക്ക് സത്യം പറഞ്ഞാൽ അവിടെ കോടതി വിധി വെച്ച് നോക്കുമ്പോൾ അവരവിടെ മാറ്റിയേ പറ്റത്തുള്ളൂ, കോടതി വിധി. അപ്പോൾ അതിനെ എതിർത്ത് LDF സർക്കാർ അവിടെ സമരം ചെയ്യുന്നുണ്ട്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അതേ ദളിതിൽപ്പെട്ട അറിയാലോ, അവരുടെ കൂട്ടത്തിലെ നേതാക്കന്മാരൊക്കെ കാണുമല്ലോ. അവർ വന്നിട്ട് പോലും അവരെ അടുപ്പിക്കാതെ ഇത് LDFന്റെ സമരമാണെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാൻ നോക്കി കുറേ പാർട്ടിക്കാർ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്ര നാൾ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് നിന്റെയൊക്കെ സർക്കാരല്ലേ? 14 വട്ടവും അവിടെ ഇവരെ ഒഴിപ്പിക്കാൻ വന്ന സമയത്തും നിങ്ങളാ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ നിനക്കൊക്കെ എന്താ പറ്റി? മുട്ടിനെന്തായിരുന്നു നിനക്കൊക്കെ എന്ന് ഞാനൊന്ന് ചോദിച്ചാലോ? വിട്, പോട്ടെ, നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. ശബരിമല എന്ന് പറഞ്ഞൊരു സംഭവം അറിയാമോ? എല്ലാവരും വിധിക്കും, എന്താ പൊട്ടനാണോ നീന്തടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, എടാ കൊച്ചിർക്ക എന്നല്ലേ. ശബരിമല വിഷയത്തിൽ കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു, സ്ത്രീകളെ കയറ്റാം എന്നുള്ള രീതിയിലാണ്. അതിന് ഒളിച്ചും പാർത്തും ഇവിടുത്തെ LDF സർക്കാർ കയറ്റി. കോടതി ഉത്തരവ്. അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തിൽ നിന്ന സമയത്ത് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്, കോടതി ഉത്തരവ് നമുക്ക് മാനിച്ചാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്ന് പിന്നിലോട്ട് വന്നു. പക്ഷേ BJP കട്ടക്ക് ചെയ്യുന്നായിരുന്നു, കയറ്റാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് BJPക്ക് കുറച്ച് വളർച്ച കേരളത്തിലുണ്ടായി, കുറച്ച് വോട്ട് കൂടി. അന്ന് ഈ കോടതി ഉത്തരവൊക്കെ വെച്ചിട്ട് നിന്റെയൊക്കെ പാർട്ടിക്കാർ ശബരിമല സ്ത്രീകളെ കയറ്റിയത് മറന്നുപോടാ നീയൊക്കെ. കോടതിയുടെ ഉത്തരവ് അതേ ഉത്തരവ് പോലെ അതേ സെയിം പോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഇപ്പം എന്താ അവിടെ ഇത് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ ഒഴിപ്പിക്കാനാണെങ്കിൽ ഒഴിപ്പിച്ചേ പറ്റൂ. അതെന്താ നിങ്ങൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ വേറെ, കോൺഗ്രസ് ഇരിക്കുമ്പോൾ വേറെ? ഇത് സത്യത്തിൽ LDF സർക്കാരുള്ള സമയത്തെ കാര്യങ്ങളൊക്കെ. കോൺഗ്രസ് വന്ന് 3ാമത്തെ ദിവസം ഉണ്ടായ പ്രശ്നമാണ്. ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഇവിടെ
പാർട്ടിയുടെ പേരും എന്ന് വെച്ചാൽ അങ്ങോട്ട് എന്താ പറയണ്ടേ, ഭരണം തിരിച്ചു പിടിക്കാനും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയാണ് അവർ ഈ LDF സർക്കാർ. ഞാൻ അതൊന്നും നിങ്ങൾക്ക് വെച്ച് തരാം. പക്ഷേ VD സതീശൻ വന്നിട്ട് ഗോൾ അടിച്ചെന്ന് തന്നെ പറയാം. പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞ് ആ വീട്ടുകാർക്ക് 8 കുടുംബക്കാർ അഥവാ ഞങ്ങളുടെ സർക്കാർ വന്ന മാറ്റുവാണെങ്കിൽ, ഞങ്ങളുടെ സർക്കാർ ഉള്ളപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് മാറ്റുവാണെങ്കിൽ പുതിയ വീടും കോൺഗ്രസ് വെച്ച് കൊടുക്കാമെന്ന് VD സതീശൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഈ പറയുന്ന വയനാട്ടിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമല്ലേ, വയനാട്ടിൽ നീയൊക്കെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലെന്നും പറഞ്ഞ ആൾക്കാർ വരും. വയനാട്ടിലെ ഇപ്പോൾ വീട് പണി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് അത് തീർന്ന് കിണർ പരിപാടിയൊക്കെ. ഇനി അടുത്ത വീടിൻ്റെ പരിപാടിയൊക്കെ കല്ലിടാൻ പോവാം. ഇതൊക്കെ മനസ്സിലാക്കി എടുത്തു ചാടി ആരും സംസാരിക്കരുത്. വേണ്ടേ, ഇനി നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. 5 ദിവസം മുമ്പുള്ളൊരു സംഭവമാണ്. പിന്നെ VD സതീശൻ കൊടുക്കുന്നതിന്റെ മറുപടി ഇത് നിങ്ങൾ കാണണം, പരമാവധി ഷെയർ ചെയ്യണം. തല്ലി ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. ഈ അധികാരം കിട്ടുന്നത് 10 വർഷം മുന്നോട്ട് വെച്ചവരാണ്. പാവപ്പെട്ടവർക്ക് അയ്യോ, ആ പറഞ്ഞ വ്യക്തിയാണ് അവിടുത്തെ MLA ആയിരുന്നു, മുൻ MLA. അയാൾ തോറ്റുപോയി. അയാൾ തോറ്റുപോയി. അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ വായ തുമ്പത് എളുപ്പമുണ്ടായിരുന്നു. ഞാൻ ആ ബുക്ക് നോട്ട് ചെയ്തത്, അത് നോക്കുകയാണ്, അതങ്ങ് വിട്ടുപോയി. ഓക്കെ, അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതിന് ഒന്നും കൂടെ ഒന്ന് വെച്ചുതരാം. കോൺഗ്രസ് രണ്ടാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് കോൺഗ്രസ് ഭരണത്തിൽ വന്ന് രണ്ടാമത്തെ ദിവസം ക്രൂരമായിട്ട്, അവിടെ നാണവമാനമില്ലാത്ത MLA നിന്നെ പോലുള്ളവനൊക്കെ എങ്ങനെ അവിടെ ജയിച്ചെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇത് കോടതിയുടെ നേരത്തെ ഉത്തരവാണ്. അവരവിടെ വന്ന അവരുടെ പോലീസിന്റെ ജോലി ചെയ്തത്. എന്നിട്ട് രമേശ് ചെന്നിത്തല അത് അറിഞ്ഞു. പിന്നെ നാട്ടുകാർ ഇവനെ അങ്ങ് പഞ്ഞിക്കിട്ട് ഈ പറയുന്ന അങ്ങേരെ അങ്ങ് വധിച്ച് വേണമെങ്കിൽ വിട്ടെന്ന് പറയാം. ഓക്കെ, ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് നമ്മുടെ VD സതീശൻ ഇന്നലെ വന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പം അവരുടെ പ്രശ്നങ്ങളെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നെന്ന് തന്നെ പറയാം. കാര്യം അവിടെ ഒരു സമരമൊക്കെ നടക്കുന്നുണ്ട്. ഞെട്ടിപ്പോയി ആ സമരം കണ്ടിട്ട്. മുൻ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ അവിടെ പോയി സമരം ഇരുന്നു. ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ സത്യപ്രതിജ്ഞയുടെ അടുത്ത ദിവസമല്ലേ അല്ലേ? അത് 15ാമത്തെ പോക്കാണ് അവര് റിക്കവറി നടത്താൻ വേണ്ടിട്ട് പോകുന്നത്, ജപ്തി ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അവരെ ജപ്തിയല്ല, അവരെ അവിടെ ഒഴിപ്പിക്കാൻ വേണ്ടി, എവിക്ഷന് വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 വട്ടം പോയി. ശ്രീനിജൻ എന്നങ്ങാണ്ടാണ് MLA പേര്, മുമ്പ് കറുത്ത് സംസാരിച്ചത്. അയാളുള്ള സമയത്തൊക്കെ കോടതിയുടെ ഉത്തരവാണ് അതൊക്കെ. എന്നിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ നെഞ്ചത്തോടെ ഇടുന്നു. എന്തായാലും VD സതീശൻ പറയുന്ന ഫുള്ള് നിങ്ങൾ കേൾക്കുക, അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. 14 പ്രാവശ്യം ആ ഗവൺമെന്റ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല, ഊറ്റു നടപടി സ്വീകരിച്ചിട്ടില്ല. അതൊരു പ്രൈവറ്റ് കേസാണെന്നുള്ളതാണ്. പ്രൈവറ്റ് കേസാണ്. സ്വകാര്യ വ്യക്തി അവർക്കെതിരായിട്ട് അവരുടെ സ്ഥലം കയറിയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസാണ്. 14 പ്രാവശ്യം ഇത് അന്വേഷിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് പിറ്റേ ദിവസം 15ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതിയും കൂടി ചെയ്തേക്കുന്ന ഉത്തരവാണ്. പോയപ്പോ ഇപ്പൊ ഭയങ്കര സമരം. ഞങ്ങൾ ആ ഗവൺമെന്റ് ചെയ്ത പോലെ 14 പ്രാവശ്യവും നിരുത്തരവാദിത്തപരമായ നിലപാടെടുത്ത കഴിഞ്ഞ ഗവൺമെന്റിന്റെ നിലപാടല്ലേ ഞങ്ങൾ എന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു. ഞങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ? 14 പ്രാവശ്യം വന്നിട്ടും ഒറ്റ പ്രാവശ്യമാണ് ഞങ്ങളുടെ ഗവൺമെന്റുള്ളപ്പോൾ ഈ സംഭവം വന്നത്. ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെന്നറിയോ? ഇതിന്റെ അകത്ത് ഈ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ, ഇരകളായിട്ടുള്ള ആളുകൾ, അവർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു, ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട്. ഈ ചുരുങ്ങിയ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗവൺമെന്റ് ചെയ്തതാണ്. 2 കൂട്ടരുമായിട്ട് സംസാരിച്ചു. AGയോട് അതിന്റെ നിയമപരമായ പൊസിഷൻ പരിശോധിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനെ ഇടപെടാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ, കുറച്ച് സമയം കൂടി ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഒരു വിഷയം വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്ത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പോയി മന്ത്രിമാര്, പഴയ ഗവൺമെന്റിലെ മന്ത്രിമാര് അവിടെ ഇരിക്കുക. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രി. അദ്ദേഹമാണ് ആദ്യം അവിടെ പോയത്. ഈ 14 പ്രാവശ്യം അവരെ കുടിയൊഴിപ്പിക്കാൻ പോയപ്പോ എന്ത് ചെയ്തു ഇവരെല്ലാം? ഞാൻ അധികം രാഷ്ട്രീയമൊന്നും പറയണ്ടെന്ന് വെച്ചിട്ടിരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അല്ല,
നിങ്ങൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു മന്ത്രി എങ്ങനെ ചെയ്യുന്നുണ്ട് അദ്ദേഹം അതേ ചെയ്യുന്നുള്ളൂ. മറ്റുള്ള പാർട്ടികളെ വന്ന് കുറ്റം പറയുവോ അല്ലെങ്കിൽ ഇത് ചെയ്യുവോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ സാഹചര്യം വരുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എതിർ പാർട്ടിക്കാർ അതുപോലത്തെ തോന്നിവാസങ്ങളെ കാണിക്കുന്നു. ഇപ്പൊ SFIയുടെ സമരവും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞതാണ്, ഒരാഴ്ച മുമ്പ് പറഞ്ഞു, 10 വർഷം മുമ്പ് വരെ ഞങ്ങൾ ഒന്നിനും പ്രതികരിച്ചില്ല, ഇപ്പോൾ മുതൽ ഞങ്ങൾ കർശനമായിട്ട് പ്രതികരിക്കും. മേഡം, നിന്റെയൊക്കെ ഉപ്പാപ്പന്മാരല്ലായിരുന്നോടാ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നതൊക്കെ. അവന്മാര് കാണിച്ചുകൊണ്ടിരുന്ന തോന്നിയാത്ത സമയത്തൊക്കെ നീക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? കാരണം എന്തിനാ ഇവന്റെയൊക്കെ കാല് നക്കി നിൽക്കണം. നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇപ്പൊ അവന്മാര് കുറയ്ക്കാൻ പറയുമ്പോൾ കുറയ്ക്കും, മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ മിണ്ടാതിരിക്കും. അതാണ് നിങ്ങളുടെ അവസ്ഥ. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഗുരുവായൂരിന്റെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ വെച്ചാലും ഗുരുവായൂരിലെങ്ങാണ്ട് പുള്ളിക്കാരൻ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ കുറെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ട്രോൾ അടിച്ചിറക്കാൻ തുടങ്ങിയായിരുന്നു. അതിന് ഒരു മറുപടി ആയിട്ട് വീഡിയോ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നത്. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എന്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എന്റെ കൂടെയുള്ള ആൾ 4. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ ഇതും കുറെ ആൾക്കാരൊക്കെ പറയുന്നു, 1000 രൂപ, 1000 രൂപ. മറ്റുള്ളവന്മാരായിരുന്നെങ്കിൽ കടക്ക് പുറത്ത് എന്തൊക്കെ കാണേണ്ടി വന്നേനെ. വരുമ്പോൾ തന്നെ എത്ര സെക്യൂരിറ്റി കണ്ടേനെ. ഇവിടെ ഒരാൾ നല്ലത് ചെയ്താലും അതിനെയും വളച്ചൊടിച്ച് അതിനെ വേറെ രീതി ആക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്തോന്ന് അറിയത്, കഷ്ടം. നമ്മൾ അതിന്റെ മുമ്പിൽ നിന്നു. അത് കയറി കഴിഞ്ഞപ്പോ നമ്മൾ അതിന്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന് നിൽക്കുന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിന്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുന്നു. ഞാൻ ഈ അമ്പലത്തിൽ പോകുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. കൊള്ളാം, സെറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ അമ്മയുടെയും ഇതൊക്കെ PR ആണ്. ഇതിന്റെ പൊന്നോ. ആ അമ്മ വരുന്നത് കെട്ടിപ്പിടിക്കുന്ന PR ആണ്. അങ്ങനെയാണ്. അമ്മ എവിടെയുണ്ട്? ആ മോനെ അതുപോലെ ഇഷ്ടമായതുകൊണ്ടാണ് അവർ ഓടി ചെല്ലുന്നത്. അതങ്ങനെയാണ്. ചില സമയത്ത് ചില ആൾക്കാരോടൊക്കെ ഇഷ്ടമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് പോകും. പക്ഷെ നമ്മൾ ഇഷ്ടം കൊണ്ട് ആത്മാർത്ഥം കൊണ്ട് ചെല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വെറുപ്പായിട്ട് തോന്നാം. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വീഡിയോ സജഷൻ ഈ അമ്മ എവിടെയെല്ലാം വരുന്നിടത്ത് ഇനി അങ്ങേർക്ക് വല്ലതും മനസ്സിലൊക്കെ തോന്നുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. മനുഷ്യന്റെ ഓരോ ചിന്താഗതിയല്ലേ. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഇഷ്ടം കൊണ്ടൊക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലപ്പോൾ അത് വേറൊരു രീതിയിലെടുക്കാം. ഞാൻ അതൊക്കെ ഓർത്ത് വെച്ച് പറഞ്ഞതാട്ടോ. അല്ല വേറെ ഒന്നുമല്ല. ഇദ്ദേഹം അങ്ങനത്തെ മോശപ്പെട്ട ആളൊന്നുമല്ല, നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. എവിടെ പോയാലും അമ്മ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. അതൊരു വലിയ കാര്യങ്ങൾ തന്നെ. എന്തായാലും ഇങ്ങനൊരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയത് ഭാഗ്യം തന്നെയാണെന്ന് നമ്മൾ കരുതണം. ഭാഗ്യം തന്നെ. പിന്നെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ വീഡിയോയിൽ തന്നെ ഞാനത് പറയും. അതിനൊരു മടിയില്ല എനിക്ക്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. എനിക്ക് എന്താ പറയണ്ട, ഈ യൂട്യൂബിൽ ഞാൻ ആ പാടെ ആവശ്യപ്പെടുന്നത് ഈ ലൈക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനലും ഇഷ്ടപ്പെടുന്നവർ സബ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയുള്ളൂ ഞാൻ ആവശ്യപ്പെടുന്നത്. ബൈ, ലവ് യു ഗൈസ്.